ആദ്യമേ തന്നെ ഫുൾ ടേൺ കൊടുക്കണം, എന്നാലും അവിടെ തിരിക്കും. ഫുൾ ടേൺ കൊടുത്തിട്ട് തിരിക്കാം. ഇവിടെ പതുക്കെ തിരിയുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ടേണായി വരില്ല. സ്റ്റാർട്ടിങ് തന്നെ ഫുൾ ടേൺ കൊടുത്ത് തിരിച്ചാൽ അവിടെ തിരിക്കും. KL7962 മഹീന്ദ്രയുടെ പുതിയ വണ്ടിയാണ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ബിയും മറ്റേ വേറെ മഹീന്ദ്ര ഉണ്ട് മാത്രം. ഇതും ബൈക്കായിട്ടവിടെ തയ്യാറായിട്ടുണ്ട്. റേഷൻകാരോട് ബൈക്ക് കയറ്റല്ല, അവിടെ ഇവിടെയൊക്കെ നിൽക്കണം. ഇത്തവണത്തെ കീമിൻ്റെ എൻട്രൻസ് എൻട്രൻസ് 3 ദിവസം എക്സാം ബുദ്ധിമുട്ടായിരുന്നു. 17, 20, 21. മിക്കവാറും ആ 3 ദിവസം എഴുതിയ പിള്ളേർക്ക് മാർക്ക് പൊതുവെ കുറവായിരുന്നു. നമ്മുടെ മോൻ എഴുതിയത് 20 7 ദിവസം എക്സാം എളുപ്പമായിരുന്നു, 3 ദിവസം ബുദ്ധിമുട്ടായിരുന്നു. മോളെ എഴുതിയ വർഷം എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ അന്നിപ്പോൾ 3 ദിവസം ബുദ്ധിമുട്ടുള്ളവരുടെ പെർസെൻറ്റേജ് കുറവായിരിക്കും. 17-ന് ഒരു ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 17-ന് 20-ന് 21-നും ഇടയ്ക്ക് എഴുതിയ കുട്ടികളുടെ മറ്റേ പെർസെൻറ്റേജ് സ്കോർ കുറവായിരിക്കും. ബാക്കി 7 ദിവസം എഴുതിയ കുട്ടികളുടെ പെർസെൻറ്റേജ് സ്കോർ 90-ന് മേലെ കാണും. ബാക്കി 80-കളിലായിരിക്കും കിടക്കുന്നത്. 80-ലായിരിക്കും കിടക്കുന്നത് ആ 3 ദിവസം എഴുതിയില്ല. അതിൽ പിന്നെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ആരെങ്കിലും മേലെ കയറിപ്പോയി കാണും. എന്നാലും മെജോറിറ്റി ആ 3 ദിവസം എഴുതിയവർക്ക് അതിനു വേണ്ടി പിണറായിയും ആർ ബിന്ദുവിനെയും കൂടി ഒരു IAS അവിടെ ഏറ്റിട്ടുണ്ടായിരുന്നു. കാക്കാനായിരുന്നു. ഒരു കാക്കാൻ IAS മാറ്റിയെന്ന്, ഒരു മുസ്ലിം IAS മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ന്യൂസിൽ കണ്ട്. മറ്റേത് ഹയർ എഡ്യൂക്കേഷൻ്റെ ചാർജ് വെച്ചിട്ടുണ്ട്. മിക്കവാറും പുള്ളിയായിരിക്കും, ഞാൻ നോക്കിയില്ല. മാർച്ച് ഏപ്രിൽ സമയത്ത് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ ചാർജ് വഹിച്ച IAS ആരാന്ന് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഈ നമ്മുടെ പിള്ളേർക്ക് എതിരെ പണി ചെയ്തവൻ, അവൻ്റെ മക്കളടക്കം ക്യാൻസർ വന്നു. പിണറായിയുടെയും ആർ ബിന്ദുവിൻ്റെ മക്കളുടെ കൂടെ ബന്ധുവിനൊരു മോനുണ്ട്, അത് ക്യാൻസർ വന്നു. പിണറായി അബുദാബി കൊണ്ടുപോയി ഒളിപ്പിച്ചേക്കണം മോനടക്കം ക്യാൻസർ വന്നു. എനിക്കിട്ട് പണി ചെയ്തിട്ടുണ്ടെങ്കിൽ
റിപ്പോർട്ടുണ്ട് ഏതാണ്ട് മറ്റേ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടവർ ഓരോ മന്ത്രിമാരുടെ ഓഫീസിൽ കയറാൻ നോക്കേണ്ടത്. ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രി, ഹോം മിനിസ്ട്രി, എക്സൈസ്, ഹോം മിനിസ്ട്രിയും എക്സൈസും മറ്റേ കഞ്ചാവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അങ്ങനെ നടപടികൾ എടുക്കുന്ന ഈ 2 മിനിസ്ട്രിയാണ്. ഈ കുറേ ഇസ്ലാമിക ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരിൽ പെട്ട ആളുകൾ ഈ 2 മിനിസ്ട്രിയിലും കയറാൻ മന്ത്രിമാരുടെ സ്റ്റാഫായിട്ട് കയറാൻ നോക്കേണ്ടതാണ്. ഇപ്പോഴുള്ള പുതിയ മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ സ്റ്റാഫായിട്ട് അവർ കയറാൻ നോക്കേണ്ടതായിട്ട്. ഈ മറ്റേ ഹോമും എക്സൈസും മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലും ഈ ഇസ്ലാമിക തീവ്രവാദ പിന്നെ SDPIയും പിന്നെ വെൽഫെയർ പാർട്ടി അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമി, അതിൻ്റെയൊക്കെ ആളുകൾ കയറാൻ നോക്കേണ്ടതെന്നാണ്. ഞാൻ പല വീഡിയോ കണ്ടു മറ്റേ യൂട്യൂബുകളിൽ. അതിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അതിലെതിരെ പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്, അങ്ങനെയുള്ളവരെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്.